സാനിറ്റൈസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെ സാനിറ്റൈസ് ചെയ്തിട്ടുണ്ട്. ഇത് യൂസ് ചെയ്യാനുള്ളതാണോ? അത് പിന്നെ യൂസ് ചെയ്യാനുള്ളതല്ലേ രോഹിത്? അല്ല, ഇത് ഇങ്ങനെ തരുമ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ഒന്ന് സാനിറ്റൈസ് ചെയ്യാൻ സാനിറ്റൈസർ എങ്കിലും തന്നിരുന്ന ഹെൽപ്ഫുൾ ആയിരുന്നു. കങ്കാരുവിന്റെ കുഞ്ഞുങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോ അത് 2 കുഞ്ഞുങ്ങൾ വേണമെന്ന് കഴിക്കാൻ പോകുന്നു. ഇവൻ പറഞ്ഞു വെക്കാതെ ഞങ്ങൾ ശ്രദ്ധിക്കാറില്ല. ജോമോന എനിക്ക് ഉറപ്പാണ് ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ടായിട്ടുണ്ട്. അത് ആലോചിച്ചിട്ടാണ് ജോമോൻ കമന്ന് ഇളന്ന് ചിരിക്കണത്. വന്നിറങ്ങിയപ്പോഴേ സോനലെടുത്ത് പിക്കപ്പിൽ നിങ്ങളത് കേട്ടിരുന്നോ? ഞാൻ കേട്ടു. അതിന്റെ ഫോട്ടോഗ്രാഫി ഒക്കെ ഉണ്ട്. രോമാഞ്ചൻ 2 സീക്വൻസ് വന്ന് അത് ഷൂട്ട് ചെയ്യാൻ പോണു. വാഴയുടെ സെക്കൻഡ് പാർട്ടും രണ്ടും ഒരേ സമയത്ത്. അത് അവർ രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് തരും. അവിടെ ഇരിക്കുന്ന കാണുന്നുണ്ട്, ഞാൻ വന്നപ്പോഴും കണ്ടു. പിന്നെ കൊരങ്ങ പൊരിച്ച കോയിന്റെ മണം, മങ്കി വെൽഡ് ഫ്രൈഡ് ചിക്കൻ, സാനിറ്റൈസർ ഒക്കെ അങ്ങ് പോട്ടെ. ഞാൻ തന്നെ വാഴ. ആണോ? അതെ. അതെന്താ സച്ചിൻ സ്വയം സച്ചിൻ തന്നെ പറയുന്നു. ഏറ്റെടുത്തതാ. അങ്ങനെ സ്വാഭാവികമായിട്ടും ഞാനത് ഏറ്റെടുത്തു. അതങ്ങനെ ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് ഉണ്ണി. ജോസഫ് അല്ലേ? നമുക്ക് ഉണ്ണിയാണ്. പൂരങ്ങളുടെ ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. സംതിങ് സ്പെഷ്യലിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ കാണുമ്പോൾ തന്നെ, ഇന്നിപ്പോ ഞങ്ങൾ എല്ലാവരും കൂടി ഇരിക്കുന്നതും ഈ ക്യാമ്പ് ഫെയറും ഇതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഇതെന്തോ ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് തന്നെയാണല്ലോ എന്നല്ലേ? തീർച്ചയായിട്ടും വളരെ സ്പെഷ്യൽ തന്നെയാണ്. കാരണം ഇപ്പോൾ നമ്മുടെ നവംബർ 22 റിലീസ് ആവാൻ പോണത് ആ മൂവി, അതായത് പരാക്രമം. ഈ മൂവി നമ്മളെയൊക്കെ ആ ഒരു ഫീലോട് കൂടി തന്നെ നമ്മളൊക്കെ തിയേറ്ററിൽ പോയി കാണണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രൊമോഷൻ സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ് ഇന്നിപ്പോ ഇവിടെ. പ്രൊമോഷൻ ഈ ഒരു പരാക്രമത്തിന്റെ ഈ ആൾക്കാരാണ് അതിൽ അഭിനയിച്ചിരിക്കുന്ന നമ്മുടെ യുവതാരങ്ങൾ. എല്ലാവരും ഒന്നും ഇവിടെ എത്തിയിട്ടില്ലെങ്കിലും ഇവിടെ നിന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ഇത് രാഹുൽ, ദേവിനെ പിന്നെ എല്ലാവർക്കും അറിയാം, സോനേനെയും എല്ലാവർക്കും അറിയാം, ജോമോനെ അറിയാം. ഇവര് രണ്ടുപേരുമാണ് പുതിയത്. സച്ചിന്റെ തുടക്കമാണ്, രാഹുലിന്റെയും തുടക്കമാണ് ഈ പരാക്രമം മൂവി അല്ലേ? അപ്പൊ തുടക്കക്കാരിൽ തന്നെ തുടങ്ങാം. സച്ചിൻ തന്നെ പറയൂ. സച്ചിൻ സിനിമാ ലോകത്തിലേക്ക് എത്തിപ്പെട്ടത് ഞാൻ അറിഞ്ഞത് ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്, നടനാവണം എന്ന ആഗ്രഹത്തിൽ സച്ചിൻ വളഞ്ഞ വഴി എടുത്തിട്ടാണ് ഇവിടെ വരെ എത്തിയത്. അങ്ങനെ ഇവിടെ പരാക്രമത്തിൽ വന്ന് എത്തിയിരിക്കുകയാണ്. പരാക്രമത്തിൽ വന്നത് ശരിക്കും അർജുൻ രമേശ് ഡയറക്ടർ ആക്ച്വലി അണ്ടർവേൾഡ് എന്ന മൂവിയിൽ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയിരുന്നു. 2019 തൊട്ട് തുടങ്ങിയ ഒരു ബന്ധമാണ്. യാത്ര ഈസി ആക്ച്വലി ആ സ്ക്രിപ്റ്റ് കേട്ടപ്പോ തന്നെ റോക്കോ ആര് ചെയ്യുന്നു, എന്റെ ക്യാരക്ടറിന്റെ പേര് റോക്കോ എന്നാണ്. റോക്കോ ആര് ചെയ്യുന്നു എന്നിങ്ങനെ ഒരു സംഭവം വന്നായിരുന്നു. ആർട്ടിസ്റ്റ് അവിടെ വേക്കന്റ് ആയപ്പോ ഞാൻ ചാടി കയറി, പിന്നെ ഞാൻ വിട്ടിട്ടില്ല. ഞാൻ തന്നെ കഥാപാത്രം ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയാണ് ഞാൻ എത്തിപ്പെട്ടത്. ഓക്കെ, രാഹുലിന്റെ കഥ പറഞ്ഞാലോ? ഇത് എന്റെ ആദ്യത്തെ സിനിമ അല്ല, 8ാമത്തെ സിനിമയാണ്. 16ാമത്തെ പടമല്ലേ? ഏറ്റവും കൂടുതൽ പടം ചെയ്തവനാണ് ദേവ്. വെറ്റിലേം പാക്ക് ഓന് കൊടുത്തില്ല. അയ്യോ, ഞാൻ അറിഞ്ഞില്ല. എന്താ അത് കളിയാക്കിയത്? അല്ലല്ല, 10-16ഓളം പടത്തില്. ഇതിനുമുമ്പ് ചെയ്ത കഥാപാത്രങ്ങളെല്ലാം കുറെ മേക്കപ്പ്, ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള അങ്ങനത്തെ ഒക്കെയാണ് ചെയ്തിട്ട് ആൾക്കാർ കളിയാക്കാണല്ലോ. രാഹുൽ കൂടെയുള്ളവരൊക്കെ നിന്ന് കളിയാക്കാണല്ലോ. സെറ്റിലും അങ്ങനെ ആണോ? എല്ലാരും കണ്ടാൽ മാനിനാന്ന് തോന്നും, പക്ഷെ ഇവരൊക്കെ സെറ്റിലേക്ക് ഞാനാണ്. അതുകൊണ്ട് എല്ലാരും കൂടെ ഞാൻ അദ്ദേഹം തന്നെ ഡിക്ലെയർ ചെയ്തു നിങ്ങളെക്കാട്ടിലൊക്കെ യങ് ഞാൻ തന്നെയാണെന്ന്. എന്നിട്ട് ഇതിനു മുമ്പ് ചെയ്ത കഥാപാത്രങ്ങളൊക്കെ അങ്ങനെ ഈ ആർക്കറിയാമാണെങ്കിൽ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള പല്ലൊക്കെ വെച്ചിട്ട്, അപ്പൊ അതുകൊണ്ട് ആർക്കും മനസ്സിലായില്ല. സ്വന്തം രൂപത്തിൽ അഭിനയിക്കുന്ന ആദ്യത്തെ ചിത്രമാണ് അല്ലേ?
ക്രിസ്റ്റി പത്രോസിന്റെ അടുത്തുള്ള അങ്ങനെ കുറച്ച്. ഓക്കെ, ദേവ് 2020 സൂഫി. അത് ഫസ്റ്റ് എന്താ പറയാ, നമ്മൾക്ക് എല്ലാവരുടെ പ്രേക്ഷകരുടെ മനസ്സങ്ങ് ദേവ് വന്ന് ഫ്ലാറ്റ് ആക്കി കളഞ്ഞൊരു മൂവിയാണ്. ദേവിനെ അന്ന് ആ ഒരു മൂവി കണ്ടപ്പോൾ ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യരും ഉണ്ടാവില്ല, ഐ എം ഷുവർ. അങ്ങനെ എല്ലാവരുടെ ഇഷ്ടം ഏറ്റുവാങ്ങി. അപ്പൊ ദേവ് ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അത് OTT-ലാണ് അത് റിലീസായത്. ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ദേവിന് കിട്ടിയത് കുറച്ചു നാൾക്ക് മുമ്പത്തെ ഒരു മൂവിയിലേക്കാണ്. അതിനുശേഷം ഇപ്പൊ ഈ പരാക്രമത്തിലേക്കും വരുന്നു. പക്ഷെ സൂഫിയിൽ നമ്മൾ കണ്ട ദേവ് എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടം എടുത്തു വാങ്ങുന്ന നല്ലൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരാള്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തെലുഗു ശാകുന്തളത്തിലേ പോയാലും അവിടെയും സ്നേഹിക്കുന്ന ഒരു എന്തിനാണ്. അങ്ങനെയൊക്കെ ആയിരിക്കുമോ ഇതെന്ന് വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് ഇതിന്റെ പാട്ട് റിലീസ് ചെയ്തു കൺമണി, അതൊക്കെ കഴിഞ്ഞപ്പോൾ ആ ഒരു സെയിം മോഡ് തന്നെയാണോ, ദേവ മൊത്തത്തിൽ ഒരു റൊമാൻറ്റിക് സാധനം തന്നെയാണോ ഇതെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് ടീസർ കണ്ടത്. അതിലങ്ങ് മൊത്തത്തിൽ അടി വീടി ബഹളം ഒക്കെയാണ്. എന്താണ് ഇതിനകത്ത് ഈ പരാക്രമം എന്താണ്? ഇതൊരു കമ്മിങ് ഓഫ് ഏജ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു സ്പേസിലുള്ള ഒരു പടമാണ്. അപ്പൊ ഇതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഹാരിസ് ദേശാൻ. ഹാരിസ്ക്കാണ് എന്നെ ആക്ച്വലി ഇങ്ങനെ വിളിക്കുന്ന, ഇങ്ങനെ ഒരു സബ്ജക്ട് ഉണ്ട് ഒന്ന് കേക്ക് എന്ന് പറഞ്ഞിട്ടാണ് അർജുൻ ഡയറക്ടർക്ക് നമ്പർ കൊടുക്കുന്നത്. അപ്പൊ അർജുൻ എന്നെ വിളിച്ചു. അപ്പൊ ഞാനൊരു പടം ചെയ്തുകൊണ്ടിരിക്കുന്നു, റെയിൻബോ എന്ന് പറഞ്ഞൊരു പടം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അർജുൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നറേറ്റ് ചെയ്യുന്നില്ല, സ്ക്രിപ്റ്റ് അയക്കാൻ ഒന്ന് വായിച്ചു നോക്കുന്നു. അപ്പൊ ഞാനിങ്ങനെ സ്ക്രിപ്റ്റ് അന്ന് തന്നെ വായിച്ചു. അപ്പോൾ എനിക്കത് ഫുള്ള് വായിക്കാൻ പറ്റി, വലിയ ബ്രേക്ക് ഒന്നും എടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റി. അപ്പൊ ഒരു രസമുള്ളൊരു സ്റ്റോറിയാ. പിന്നെ ഞാൻ അങ്ങനത്തെ ഒരു സാധനം ഞാൻ ചെയ്തിട്ടില്ല. ഞാനിപ്പോഴും സീരിയസ് സിനിമകളുടെ ഭാഗമായിട്ടുള്ളത് അൺനോയിങ്ലി. അപ്പോ എനിക്ക് അങ്ങനെ ഒരു കുറച്ചും കൂടെ ഒരു നമ്മുടെ റേഞ്ചിലുള്ള അല്ലെങ്കിൽ ഒരു ജാം ചെയ്തൊരു പടം ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇതൊരു കോളേജ് സ്പേസ് കുറച്ചും കൂടെ പറയുന്നത്. പക്ഷെ അത് മാത്രമല്ല, ആ ഒരു ഏജിലൊരു ലേറ്റ് ടീനേജേഴ്സിലെ ഒരു പരിപാടിയാണ് പറയുന്നത്. അപ്പോ ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു സാധനം ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇനി സോനക്കുട്ടി എന്തൊക്കെയാണ്? സോന ഭയങ്കര ടയേർഡായോ? നമ്മുടെ ചൂടടിച്ച് തണുക്കുന്നില്ലേ? അപ്പൊ ഇതൊക്കെ ചൂടൊക്കെ നല്ല രസമല്ലേ? എന്തൊക്കെയോ പൊട്ടുന്ന ആഷസ് ഒക്കെ വരുന്നു അല്ലേ? ഇതൊക്കെയാണ് മോളെ പരാക്രമം എന്നുള്ള മൂവിയുടെ പേര് കേട്ടപ്പോ വിചാരിച്ചോ ഇങ്ങനത്തെ പല പ്രൊമോഷനും കാര്യങ്ങളും എല്ലാം പരാക്രമമായിരിക്കുമെന്ന്? ഒരിക്കലും വിചാരിച്ചില്ല. നല്ലൊരു ഡിഫറെന്റ് ഇന്റർവ്യൂ ആദ്യമായിട്ട് എങ്ങനെ ഒരു ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ? ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു? അതേപോലെ നിങ്ങളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലും ഇങ്ങനെയുള്ള നമ്മുടെ ഇവരെല്ലാവരും സെറ്റ് ഒബ്വിയസ്ലി നല്ല നിങ്ങളുടെ ഫുൾ ഫണ്ണായിരിക്കും. ഭയങ്കര യങ് ക്രൂ ആയിരുന്നു എല്ലാരും. സിജു സണ്ണി ഉണ്ട്, അമിത് ഏട്ടൻ ഉണ്ട്. അപ്പൊ എല്ലാരും ഭയങ്കര ആ ഒരു ഏജ് ആയതുകൊണ്ട് കളിയാക്കൽ ചിരി അങ്ങനെ സീരിയസേ അല്ലായിരുന്നു. എനിക്ക് അങ്ങനെ ഒത്തിരി ഐ മീൻ ത്രൂ ഔട്ട് അല്ല, എന്നാലും ഉള്ള സ്പേസിൽ എനിക്ക് ചെയ്യാൻ ഒരു സ്പേസ് തന്നിട്ടുണ്ട്. നന്നായിട്ട് ഇതിൽ ചെയ്യാൻ പറ്റി? അറിയില്ല, ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പൊ അങ്ങനെ ഇതിലേക്ക് എത്തി. വളരെ കംഫർട്ടബിൾ ആയിരുന്നു എല്ലാവരുടെയും കൂടി ഉണ്ടായിരുന്ന ആ ഒരു ഇതൊക്കെ. ഇന്നിപ്പോ നമ്മൾ മിസ് ചെയ്യണത് സിജുവിനെയും അമിതിനെയും ഒക്കെ കൂടിയാണ്. അവരും കൂടെ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഫുൾ കോമഡി. അവര് പ്രൊമോഷൻ ഒന്നും വന്നില്ലേ? ഓക്കെ, ജോമോൻ പറയൂ. ജോമോൻ വാഴയൊക്കെ ഭയങ്കര ജോമോൻ ചെയ്യുന്ന എല്ലാ സിനിമകളും ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഹലോ മമ്മിയിലും ഉണ്ടല്ലോ. അപ്പോ ഇത് വരുന്നു, ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഒരുപാട് സിനിമകൾ വരുന്നു. എല്ലാം നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നു. ജോമോന്റെ കഥാപാത്രം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. ഹൈലൈറ്റ് ശ്രദ്ധിക്കപ്പെടുന്ന കുറെ സ്ക്രീൻ സ്പേസിലെല്ലാം വന്നു പോകുന്നുണ്ട്. ആ ഒരു ഹാപ്പിനെസ് ഒരുപാട് സന്തോഷം. പിന്നെ ഇത് നമ്മുടെ പരാക്രമം എന്നെ വിളിച്ചത് ഗുരുവായൂരമ്പല നട കഴിഞ്ഞിട്ടായിരുന്നു. വാഴ കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇത് ചെയ്തോ? ഓക്കെ. ഞാൻ ഒരുപാട് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ തഗ്ഗിയും കളിയാക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് വന്നിരുന്നിട്ട് എല്ലാരും ഭയങ്കര സീരിയസ് മോഡ് പിടിച്ചിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വിസിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ചേരം ഇവരെ കൊണ്ടൊക്കെ കളിപ്പിക്കാൻ പോവുകയാണ്. പാസ് ചെയ്തോളൂ, അല്ല ഞാൻ അങ്ങോട്ട് എറിഞ്ഞു തരട്ടെ? ക്യാച്ച് ചെയ്യോ? പാസ് ചെയ്യുന്നുണ്ട്. അതെ, സാനിറ്റൈസ് ചെയ്തിട്ടുണ്ട്. അതെ, നമ്മുടെ തന്നെ ചാനലിൽ തന്നെ വന്നതാണ് ആ ഇന്റർവ്യൂ. വിസിൽ കൊടുത്തപ്പോൾ അവർ സാനിറ്റൈസർ ചോദിച്ചു. ഇതുകൊണ്ടാണ് ഞങ്ങൾ കളിക്കാൻ ഓക്കെ, അപ്പൊ വിസിലടിക്കാൻ എല്ലാവരും റെഡി ആയിക്കോളൂ. ഞാനിപ്പോ ചോദിക്കുന്ന ഈ ഒരു ഫ്രേസ് ഇതൊരു റാപ്പിഡ് ഫയർ ആണ്. അതിന് നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് എന്റെ പേര് തന്നെയായിരിക്കും എന്നതുണ്ടെങ്കിലും നിങ്ങൾക്ക് വിസിലടിക്കാം. അതല്ല നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പേരാണ് വരുന്നതെന്നുണ്ടെങ്കിലും വിസിലടിക്കാം. നമുക്ക് സിജുവിനെയും അമിത്തിനെയും കൂടെ വേണമെങ്കിൽ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അവരുടെ പേര് പറയണമെങ്കിൽ അവരാണ് ഇതിനെ ഏറ്റവും കൂടുതൽ ആപ്റ്റെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങളിൽ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോഫി കൊടുക്കാം. ഓക്കെ,
അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ കൂട്ടത്തിൽ ഏറ്റവും വലിയ വാഴ ആര്? എല്ലാരും എന്നെ നോക്കുന്നുണ്ട്. ഓ ഞാൻ മനസ്സിലടിച്ചോ, ഞാൻ തന്നെ. ഇത് വിസിലും കേൾക്കലില്ല. അതിപ്പോ സാനിറ്റൈസ് ചെയ്ത് കൂടുതലായിട്ടുണ്ടോ അതുകൊണ്ടോ? ഞാൻ തന്നെ. ഞാൻ വാഴ 6 അടി 3 ഇഞ്ച് വാഴ ഞാൻ തന്നെ. അത് വിസിലടിച്ചിട്ട് അത് അയ്യോ പോരാ, പഞ്ചില്ല. സാനിറ്റൈസർ ഒക്കെ അങ്ങ് പോട്ടെ. ഞാൻ തന്നെ വാഴ. ആണോ? അതെ. അതെന്താ സച്ചിൻ സ്വയം അല്ല, സച്ചിൻ അത് തന്നെ പിന്നെ ഞാൻ ഏറ്റെടുത്തതാ. ഞാനല്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും ഞാനത് ഏറ്റെടുത്തു. അതങ്ങനെ ഇവര് തരുന്ന ഊക്കെല്ലാം ഞാൻ തന്നെ വാങ്ങിച്ചോണ്ടിരുന്നത്. ബാക്കിയെല്ലാം ഇന്റർവ്യൂലും അതിന് മാത്രം എന്താ ഊക്കോ? അതെല്ലാം വാങ്ങിച്ചോണ്ടിരുന്നതെല്ലാം ഞാനാണ് എപ്പോഴും വിക്ടിം. അതുകൊണ്ട് ഞാൻ തന്നെ എല്ലാം ഏറ്റെടുത്തു. സോന പറഞ്ഞു, സോന സത്യം പറയുള്ളൂ. അത് എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം അത് പറയാൻ കാരണം? അല്ല ഞാൻ പാവമാണ്, ഞാൻ ഭയങ്കര പാവമാണ്. സോനയ്ക്കൊന്നും അറിയില്ല. അപ്പോൾ എല്ലാം അറിയുന്ന ദേവും രാഹുലും നിങ്ങൾ പറയൂ എന്തൊക്കെയായിരുന്നു, എന്തിനാണ് അദ്ദേഹത്തിനെ വിക്ടിമാക്കിയത്? അല്ല ഇവനീ മറ്റേ സച്ചിൻ ആ റോൾ കൊടുത്ത സമയത്ത് സച്ചിൻ പറഞ്ഞു ഞാൻ ഏടിപ്പണി എടുക്കും, അല്ലാത്ത സമയത്ത് ഞാൻ അഭിനയിക്കുകയും ചെയ്യും. അങ്ങനെയാണ്. അന്നേരം അവനെ കണ്ടിന്യൂറ്റി അങ്ങോട്ട് നോക്കാൻ ഏൽപ്പിച്ചു. അപ്പൊ ഫസ്റ്റ് ഡേ ഞങ്ങള് ഫുട്ബോൾ കളിക്കുന്ന ഒരു സീക്വൻസ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ നോക്കിയപ്പോ രാവിലെയൊക്കെ വന്ന് അവൻ ഗ്രൗണ്ടിന്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, ഇങ്ങനെ കാണിക്കുക പണിയെടുക്കുന്നുണ്ടെന്ന്. എന്നിട്ട് പിന്നെ അവൻ പറഞ്ഞ അവൻ ടാൻ ആവാൻ വേണ്ടി ചെയ്ത ക്യാരക്ടർ വേണ്ടിരുന്നൊക്കെ അവൻ പറയും. അല്ല എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഡയറക്ടർ ഒത്തിരി ടാൻഡ് ആവണം, കുറച്ച് തടി വെക്കണം എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഓടിയ വെയിലത്ത് അവിടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോ അവന്റെ ഷോട്ട് എടുത്ത് തുടങ്ങി. അല്ലെങ്കിൽ അവൻ ക്യാരവനിലൊന്നും വരില്ല. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോ 2 സീൻ കഴിഞ്ഞു. ഇനിയിപ്പോ അവനെ കട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അവൻ നൈസായിട്ട് പറഞ്ഞു ഞാൻ ആക്ടറാ, ഞാൻ ഇനി ഏടിപ്പടി കയറാണോ. പിന്നെ അവൻ ക്യാരവനിൽ നിന്ന് ഇറങ്ങി പോയില്ല, ചവിട്ടി ഇറങ്ങേണ്ടി വരും അവനെ. അത് സത്യം. കണ്ടോ? അപ്പൊ കൂടെയുള്ളവരെല്ലാരും സപ്പോർട്ട് ചെയ്തു. അപ്പൊ എന്തുകൊണ്ടാണെന്ന് മനസ്സിലായി. ജോമോൻ ആരുടെ കൂടെയാ? ഈ ടീമിന്റെ കൂടെയാണോ? എനിക്ക് പക്ഷെ വാഴയായിട്ട് തോന്നിയത് രാഹുലാണ്. കാര്യം അവനൊരു ഒരു 5 മിനിറ്റ് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണല്ലോ. അല്ല പക്ഷെ അവന് കുറെ ഇൻഫർമേഷൻ അറിയാം അല്ലേ? മലയാള ഇൻഡസ്ട്രി എന്താ ചെയ്യുന്നത് ഇല്ല, മലയാള സിനിമയിൽ ആരെന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യത്തിന് വ്യക്തമായിട്ടുള്ള ഉത്തരം അവന്റെ. ലാലേട്ട് എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ കറക്റ്റ് പറയും. പുള്ളി ഒരു ചുമന്ന സോഫയിൽ ഇപ്പൊ അവിടെ ഇരിക്കുകയാണ്. എല്ലാ കാര്യവും അറിയാം. ഒരു ഡയറക്ടർ എവിടെ ഉണ്ടെന്ന് അറിയാം. പുള്ളി വീട്ടിലാണോ അതോ ഷൂട്ടിലാണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവനറിയാം. രാഹുൽ ഇങ്ങനെ എല്ലാം അപ് ടു ഡേറ്റ് എല്ലാം ഇങ്ങനെ ഇൻഫർമേഷൻസ് എടുത്തോണ്ടിരിക്കുകയാണ് അല്ലേ? അങ്ങനെയാണ്. ഇപ്പൊ ലാലേട്ടൻ എവിടെയാ? വിസ്മയിലാണെന്ന് ഇപ്പൊ വിളിച്ചു നോക്കി അറിയാം എവിടെയാണെന്നുള്ള സത്യം. ഓക്കെ ശരി, അപ്പൊ അത് അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരാക്രമം കാണിക്കുന്നത് നിങ്ങളിൽ ആരാണ്? സെറ്റില് ഇതില് നിങ്ങൾക്ക് അറിയാം. എത്ര നാളുണ്ടായിരുന്നു സോന നിങ്ങളുടെ കംപ്ലീറ്റ് ഷൂട്ടിംഗ് ഇതൊക്കെ പീരീഡ് ഒക്കെ? എനിക്ക് 15 days എന്തോ ആയിരുന്നു. അത് കുറച്ച് സോനയുടെ സീക്വൻസ് എന്താ ജോമൻ? എനിക്ക് പുള്ളിയെ നോക്കി ചിരിക്കുന്നുണ്ട്. രാഹുൽ ചിരിക്കല്ലേ രാഹുൽ. രാഹുൽ പറയൂ, രാഹുലായിരുന്നു ഈ സെറ്റിൽ ഏറ്റവും കൂടുതൽ പരാക്രമം കാണിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങള് രണ്ടുപേരും അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആണ് ഈ പരാക്രമം കാണിക്കുന്ന ക്യാരക്ടേഴ്സ്. അതുകൊണ്ട് ക്യാരക്ടറായിട്ട് സെറ്റില് ഞങ്ങൾ തന്നെയായിരുന്നു. സച്ചിൻ അതിനോട് യോജിക്കുന്നില്ല. ഇല്ല, എന്തുകൊണ്ട് യോജിക്കുന്നില്ല? പ്രതിഷേധിക്കൂ. എന്തുകൊണ്ടാ യോജിക്കാത്ത? അല്ല യോജിക്കുന്നില്ല, അങ്ങനെ ഒരു പരിപാടി ഇല്ല. അങ്ങനെ പരാക്രമം കാണിക്കുന്ന കുട്ടികളൊന്നുമല്ല. കണ്ടോ, സച്ചിൻ വളരെ നീറ്റ് ആയിരുന്നു അത്ര. ദേവ്, ഇതിനോട് എന്താണ് ദേവിന് പറയാനുള്ളത്? എനിക്ക് രണ്ടുപേരല്ല, പിന്നെ അമിത്താണ്. അമിത്തിന് ബൈ ഡിഫോൾട്ട് ഒരു പരാക്രമം 5 പ്രാവശ്യം തിരികെ നിന്നൊരു കാര്യം ചോദിക്കാൻ വിളിച്ചത്. ആ ഒരു സാധനം ഉണ്ട് അമിത്തിന് എപ്പോഴും. അപ്പൊ അത് ഭയങ്കര രസം കാണാനായിട്ട്. ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും ഇപ്പൊ പെട്ടെന്ന് പ്രത്യേകിച്ച് ഇപ്പൊ അർജുൻ ഡയറക്ടർ എന്തെങ്കിലും പറഞ്ഞു അമിത് എന്ന് പറഞ്ഞാൽ അപ്പൊ അമിത് മൊത്തം അവിടെ തപ്പും. എന്നിട്ട് അർജുൻ എവിടെയാന്ന് കണ്ടുപിടിക്കുക. എപ്പോഴും ഒരു പരാക്രമമുള്ള ഐ മീൻ ഇൻ ജനറൽ അമിത്തിനാണ്. അപ്പൊ വിസിലടിച്ചാൽ അത് അമിത്തിന് പോയിരിക്കണം. ഓക്കെ ശരി, അടുത്തത് അതിപ്പോ ഇവരോട് ചോദിക്കേണ്ട ചോദ്യമാണല്ലോ. വാഴ 2 അല്ലെങ്കിൽ രോമാഞ്ചം 2 ഇതിൽ രണ്ടിലും സിനിമയിലേക്ക് ഒരേ സമയത്ത് വിളിച്ചാൽ ഏത് സിനിമ ചെയ്യും എന്നുള്ളത്? രണ്ടും ഒരേ സമയത്താണ്. ജോമോന്റെ അടുത്ത് മാത്രം ചോദിക്കട്ടെ.
ജോമോനല്ലേ അതിൽ ഇതിലൊക്കെ ഉള്ളത്. രോമാഞ്ചൻ 2ന്റെയും സീക്വൻസ് ഷൂട്ട് ചെയ്യാൻ പോണു, വാഴയുടെ സെക്കൻഡ് പാർട്ടും രണ്ടും ഒരേ സമയത്ത്. അത് അവർ രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് തരും ഉറപ്പാണ്. അയ്യോ, അങ്ങനെ പറയണ്ട. ഇപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾക്ക് മാറ്റാൻ പറ്റൂല, ജോമോന്റെ ഡേറ്റിന് മാത്രമേ ഉള്ളൂ ക്ലാഷ്. അപ്പൊ ജോമോൻ ഏത് വള്ളത്തിൽ കാലുകുത്തും? പാറ്റുവാരി ഇടണം. എന്നാലും ഒന്ന് പറയൂ. ഇല്ല, രണ്ടും മാക്സിമം ചെയ്യാൻ നോക്കും. എന്നാലും ഒന്നേ പറ്റുള്ളെങ്കിലോ? ഇത് രണ്ടും ചെയ്യും. ഒന്നിലൊരു ഫോട്ടോ കോപ്പി എടുത്തിട്ടാണെങ്കിലും ചെയ്യും. ശരി, ഓക്കെ. അത്രയും രണ്ടും ഒരുപാട് ഇഷ്ടപ്പെട്ട നല്ല രീതിയിൽ ക്യാരക്ടർ, നല്ല രീതിയിൽ ജോമോന് നല്ലൊരു തന്ന മൂവീസ് ആണ്. രണ്ടും പടവും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. ഒബ്വിയസ്ലി നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ശരി, അടുത്ത ചോദ്യം. ഓക്കെ, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ പിക്കപ്പ് ലൈൻ യൂസ് ചെയ്യുന്നത് ആരാണ്? ആരായിരിക്കും? രാഹുലാണ്. ഞാൻ പോലും ഇത്രയും പറഞ്ഞിട്ടില്ല. വന്നിറങ്ങിയപ്പോഴേ സോനയുടെ അടുത്ത് പിക്കപ്പ് ലൈൻ. നിങ്ങളത് കേട്ടിരുന്നോ? ഞാൻ കേട്ടു. അതിന്റെ ഇടയിൽ ഫോട്ടോഗ്രാഫി ഒക്കെ ഉണ്ട്. ഫോട്ടോഗ്രാഫി ഉണ്ട്. അറിയാതെ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ നല്ല ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ സോനയുടെ വീട്ടിൽ കങ്കാരുവിന്റെ കുഞ്ഞുങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോ അത് 2 കുഞ്ഞുങ്ങൾ വേണമെന്ന് പറഞ്ഞു പൈസ അയക്കാൻ പോകുന്നു. അയ്യോ, അങ്ങനെ ഒരു സ്കീമിങ് ഉണ്ടായിരുന്നു. മൊത്തം സ്കീമായിരുന്നു. രാഹുൽ, ഇവര് പറയുന്നൊക്കെ സത്യങ്ങളാണല്ലോ. ഗുരുവായൂരമ്പലം കണ്ടപ്പോഴാണ് ആദ്യമായിട്ട് പിക്കപ്പ് ലൈൻ എന്താന്ന് അല്ല, അതാണ് പിക്കപ്പ് ലൈൻ മനസ്സിലായത്. പക്ഷെ അവനത് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു അതുവരെ. അതാണ് അതിന്റെ ഈ സാധനത്തിന് പറയുന്ന പേര് മനസ്സിലായത്. അപ്പോഴാണ് മനസ്സിലായത്. സോന ഗ്രീൻ കാർഡ് ഒരു ചിന്തിച്ചു തുടങ്ങി. ഈ സമ്മതിച്ചാലും സോന സമ്മതിക്കൂല. സോന സമ്മതിക്കില്ലേ? സത്യല്ലേ? ജോമോൻ പറഞ്ഞ സത്യല്ലേ? എന്ത് ആടണം പിക്കപ്പ് ലൈൻ പുള്ളി പറഞ്ഞില്ലേ? ഞാൻ കേട്ടൂല. സോന അറിയുന്നില്ലല്ലോ അല്ലേ? പക്ഷെ കാര്യങ്ങളൊക്കെ ഇപ്പൊ മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. ഇനി അടുത്ത ചോദ്യം. സ്ക്രീനില് ഓക്കെ, അത് വേണ്ട. ഓക്കെ, അടുത്ത. താൻ പറയുന്ന പല കോമഡികളും ഏൽക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ടും വീണ്ടും കോമഡി പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന മഹാൻ. ഒരു മനഃപൂർവ്വം പറയുന്നതാണ്. വിസിലടിച്ചു പറയൂ ഉറക്കെ. രാഹുൽ. എന്താ രാഹുൽ? ആദ്യം വിറ്റടിക്കും. നമ്മള് ചിരിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ചിരിക്കണമെന്ന് പറയല്ലേ? രാഹുൽ അത് മനസ്സിലാക്കാനായിട്ടുള്ള ബുദ്ധിയില്ല. രാഹുൽ നല്ല 16 സിനിമയിൽ അഭിനയിച്ചൊരു എക്സ്പീരിയൻസ് ഉള്ളൂ. ഇവർക്ക് ആ ഒരു എക്സ്പീരിയൻസ് കുറവിന്റെ ആയിരിക്കും, മനസ്സിലാവുന്നില്ല. അതാ പാവം കുട്ടികൾ 16 സിനിമയിൽ അഭിനയിച്ച് ചെയ്യുമ്പോൾ അവരും പഠിക്കും. ഓക്കെ, ദേവിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു ഇവരുടെ ഈ ഡയലോഗ്സും കാര്യങ്ങളും. ഈ ഒരു ഇവൻ പറഞ്ഞു വെക്കാതെ ഞങ്ങൾ ശ്രദ്ധിക്കാറില്ല. ജോമോന, എനിക്ക് ഉറപ്പാണ് ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ടായിട്ടുണ്ട്. അത് ആലോചിച്ചിട്ടാണ് ജോമോൻ കമന്ന് ഇളന്ന് ചിരിക്കണത്. ഒരു ഇൻസിഡന്റ് ഒന്ന് ഷെയർ ചെയ്യൂ ജോമോൻ. ജോമോനെ, ആൾക്ക് കേടില്ലാത്ത എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് പറയൂ. അല്ല, അത് നേരത്തെ പറഞ്ഞ മറ്റേ മോഹൻലാൽ ഇത് പുള്ളി നമ്മളിപ്പോ അവിടെ ഇരുന്ന സമയത്ത് തന്നെ സിനിമയെ പറ്റി കുറെ സംസാരിക്കും. ഒരാള് എവിടെ ഉണ്ടെന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ അവനുണ്ട്. ലാലേട്ട ഇവിടെ ദുബായില്. അങ്ങനെ എല്ലാ കാര്യത്തിനും പുള്ളിയുടെ ആൻസർ ഉണ്ട്. അത് സത്യമാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ വിശ്വസിക്കണം. അതാണ് പ്രശ്നം. ഇല്ലെങ്കിൽ അവൻ വിഷമിച്ചിരിക്കും. ആണല്ലേ? വിശ്വസിപ്പിക്കാൻ കഷ്ടപ്പെട്ടത് എന്ത് പറഞ്ഞപ്പോഴായിരിക്കും? ഇവരെ വിശ്വസിപ്പിക്കാൻ കഷ്ടപ്പെട്ടു പോയത്. ഇപ്പൊ അതായിരുന്നു ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു എഡിറ്റിങ്ങിനെ പറ്റി. ജെ കട്ട് എന്താണ്, എൽ കട്ട് എന്താണ്, പിന്നെ ക്രോമാറ്റിക് അബ്രിയേഷനോ അതൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് ആർക്ക് ജോമോനല്ലേ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ശ്രദ്ധിച്ച് കേട്ടിട്ട് അത് മറന്നുപോയി. ഫസ്റ്റ് ഒരു പോയിന്റ് പറഞ്ഞല്ലോ, എന്താ എൽക്കട്ടല്ല, അതിന് മുമ്പ് ഒരു സാധനം വായിക്കുള്ള ക്രോമാറ്റിക് ടെക്നിക്കൽ ക്യാമറയിൽ വരുന്ന ഒരു ഡിസ്റ്റോർഷൻ. അതിന്റെ കാര്യം ഞാൻ പറഞ്ഞു കൊടുത്തപ്പോ ജോമോൻ മനസ്സിലായില്ല. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി. ഫാക്ട് ആണെങ്കിലും സമ്മതിച്ചേരില്ല. സമ്മതിക്കില്ല. എന്ത് ചെയ്യാം? എനിക്ക് നിങ്ങളെക്കാട്ടിലും ഒക്കെ വളരെയധികം വിവരവും ഭയങ്കര ഇന്റലക്ച്വൽ സൈഡിലാണ് രാഹുല്. അതുകൊണ്ട് തിയറി അറിയാം. പ്രാക്ടിക്കലും തിയറിയും ഒക്കെ അരച്ച്
പറഞ്ഞു തുടങ്ങി. അപ്പോൾ പിന്നെ ജോമോനെ വിശ്വസിക്കാൻ നമുക്ക് എല്ലാവർക്കും. ഓക്കെ, ഷൂട്ട് കഴിഞ്ഞാലുടൻ വീട്ടിലേക്ക് പോവാനുള്ള പരാക്രമം നിങ്ങളിൽ ആർക്കാണ്? സച്ചിൻ മിസ്റ്റർ പറ. പടം തൃശ്ശൂരാണ് നടന്നത്, എന്റെ വീട് എല്ലാ ദിവസവും എവിടെ പോകാനാണ്? എപ്പോഴും റൂമിൽ പോവുക, ആണോ? റൂമിൽ പോയിരിക്കുകയാണ്. പിന്നെ എവിടെ പോകുന്നത്? ബേക്കറിയിലേക്ക് വിളിക്കുന്നുണ്ട്, ചുമ്മാ പറയുക. ബേക്കറി പോവാന്നൊക്കെ. പിന്നെ ഷൂട്ട് കഴിഞ്ഞാൽ എവിടെ പോകും? ഷൂട്ട് കഴിഞ്ഞാൽ എവിടെ പോകും? അല്ല, സെറ്റില് പിന്നെ ബ്രേക്ക് ഇല്ലാത്ത സമയത്ത് ഇറങ്ങി പോകാൻ പറ്റും. സച്ചിൻ അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉണ്ട്, എപ്പോഴും എവിടെങ്കിലൊക്കെ പോയിരിക്കുക. നിനക്ക് പിന്നെ എന്താണ് നിനക്കിട്ട് പണിയാ. അവനെന്നല്ലേ പണിയാൻ പറ്റും, നടക്കുന്നില്ല. അവന് വേറെ ആരുടെയും പേര് പറയാൻ പറ്റില്ലെന്നല്ലേ. ജോമോന്റെ കൂടെ പിന്നെ മുമ്പോട്ട് കുറെ സിനിമകൾ അഭിനയിക്കാനുണ്ട്. സോന പിന്നെ പാവം കുട്ടി, ദേവിന്റെ അടുത്ത് പിന്നെ അങ്ങനെ പറയാൻ പറ്റൂലല്ലോ എന്നുള്ളൊരിത്, അതുകൊണ്ട് സച്ചിനെ മാത്രം. അല്ല, നമുക്ക് എല്ലാവർക്കും പൊതുവെ ദേവിന്റെ അടുത്ത് ഒരു പ്രത്യേക റെസ്പെക്ട് ഉണ്ട്. സ്റ്റാർ ആയിട്ടൊക്കെയാണ് ദേവിനെ കാണുന്നത്. അതിന്റെ ഒരു റെസ്പെക്ട് ഞാൻ പോലും അറിഞ്ഞിട്ടില്ല. അല്ലല്ല, അത് സത്യസന്ധമായിട്ടുള്ള. ഞാൻ എപ്പോഴും കാണുമ്പോ ചേറിന്നൊക്കെ എണീക്കും, ആ പരിപാടിയൊക്കെ ഉണ്ട്. കാരവനില് ഇവൻ വന്നിരുന്നിട്ട് ഞങ്ങളൊക്കെ നിലത്തായിരിക്കും, എന്നിട്ടൊക്കെ മേക്കപ്പ് ചെയ്യും ഞങ്ങള്. അല്ല, അങ്ങനെ എന്ത് കള്ളാണ് സച്ചിൻ, ഇങ്ങനെയൊക്കെ കള്ളം പറയാമോ? ശാകുന്തളത്തിൽ അഭിനയിച്ച സമന്തരയുടെ അത്രയോ വലിയ സമാന്തര വിശേഷങ്ങൾ അറിയാനായിട്ട് ഇങ്ങനെ അതൊന്നും അല്ല, അതവന് കുറെ അറിയാം. അറിയാനൊന്നും അല്ല. അല്ല പറഞ്ഞ അത് സമാന്തി ഇപ്പൊ എവിടെ ഉണ്ട്? റെസ്പെക്ട് എന്തോന്നാലും ഉണ്ട്. ആ ഒരു പേടി. പക്ഷെ അത് അദ്ദേഹത്തിന് ഇതുവരേക്കും അത് മനസ്സിലായില്ലായിരുന്നു. മനസ്സിലൊക്കെ ഓവർ വിനയം കാണിക്കുന്നു എന്നൊക്കെ ഉള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഉള്ളിൽ നിന്ന് കാണിക്കുന്നതാണ്. ഇപ്പോഴെങ്കിലും മനസ്സിലാക്കേട്ടോ. അതെ, ഞങ്ങൾ വേണ്ടി വന്നു യാഥാർത്ഥ്യം മനസ്സിലാക്കിപ്പിക്കാൻ. ഓക്കെ, ഇനി അടുത്ത പരാക്രമം നിങ്ങൾക്ക് ഇതിൽ എന്തിനാന്ന് പറയണം. ഭക്ഷണത്തിനോട് ഏറ്റവും കൂടുതൽ പരാക്രമം നിങ്ങളിൽ ആർക്കാണ്? ഉറക്കെ വിസിലടിച്ച് പറയൂ. എനിക്കോ? രണ്ട് ബർഗറും പിന്നെ ഒരു മറ്റേ റോളും കഴിച്ചില്ലടാ. അത് തന്നെ അങ്ങനെയാണെങ്കിൽ രാഹുലിന്റെ പേരും പറഞ്ഞു. നീ ഇന്ന് മറ്റേ ബീഫ് ബോൾസും മറ്റേ വേറെ എന്തൊക്കെ കഴിച്ചില്ലേ? അപ്പൊ ആരാണ് ഒരാളുടെ പേര്? എല്ലാവർക്കും ഫുഡ് ഇഷ്ടമുള്ള ആൾക്കാരാണ് ഫുൾ. അപ്പൊ ഈ ടീമിലുള്ള എല്ലാവരുടെയും പേരെ കൂടെ പറയും. ഓക്കെ, അടുത്തത് ഗാഡ്ജറ്റ്സ്. ആർക്കാണ് ഏറ്റവും കൂടുതൽ പരാക്രമം? ഓടിപ്പോയി മൊബൈൽ. ആണോ? ഒരു ഫ്ലിപ്പ് ഫോൺ ഒക്കെ ഉണ്ടായിരുന്നില്ലേ? കളിയാക്കിയല്ല, ശരിക്കും ആണല്ലേ. അല്ല, അപ്പൊ ഒരു ഫ്ലിപ്പ് ഇറങ്ങിയതോ സാംസങ്ങിന്റെ, അപ്പൊ അത് എടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ പിന്നെയും ഫോൺ മാറ്റി, ഐഫോൺ. ഇനി അടുത്ത് മാറണം എന്നൊക്കെ പറയുന്നുണ്ട്. ഫ്രീക്വൻസിയിലാണ് ഫോൺ മാറ്റിക്കൊണ്ടിരിക്കുന്നത് യൂഷ്വലി. അപ്പൊ ഈ വർഷം തീരുന്നതിന് മുമ്പ് നമുക്ക് 1-2 വേണ്ടേ? മതിയായോ? പറ്റുന്നില്ല. എന്നെ കൊണ്ട് ട്രീറ്റ് ഒക്കെ ചെയ്യിപ്പിച്ചു സെറ്റില്. ആണല്ലേ? ഓരോ ഫോൺ വാങ്ങിക്കുമ്പോഴും പിന്നെ ഇങ്ങനെ 3 ഫോൺ മാറി മാറി വാങ്ങിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഒരു ട്രീറ്റ് ചോദിക്കില്ലേ? ഒരു EMI ട്രീറ്റ് ആയിട്ട് പോയി. ഓക്കെ, അടുത്തത് ലോണാ? അല്ലല്ല, ഓക്കെ, അടുത്തത് സിനിമ. ആർക്കാണ് സിനിമയോട് ഭയങ്കര പരാക്രമം? സിനിമ കാണാ, സിനിമ അഭിനയിക്കുക, അങ്ങനെ സിനിമയോടുള്ള എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും ഉണ്ട്. എല്ലാരും കുടിക്കുന്ന നിങ്ങൾക്ക് ഒന്നും ഒരു എനർജി ഇല്ല, തണുത്തിരിക്കുക എല്ലാരും. ആൾക്കാരെ അതൊന്നും കുഴപ്പമില്ല, നമ്മളിപ്പോ ഊട്ടിയിലാണല്ലോ. ഇടയ്ക്ക് വീഴുന്നുണ്ട്. ഓക്കെ, അടുത്തത് റൊമാൻസ്. സത്യം പറയൂ. ദേവ് ലേറ്റ് ആയി, ജോവൻ ആദ്യം കയറി പറഞ്ഞു. ഞാനാ ജയിച്ചേ. ദേവ് അല്ല, എന്താ പറയാ, ദേവ് സിനിമ ചെയ്തപ്പോഴും ആദ്യത്തെ ഈ സിനിമകളിലെല്ലാം തന്നെ ഭയങ്കര റൊമാൻറ്റിക് ഹീറോ തന്നെയായിരുന്നു വന്നത്. ജീവിതത്തിലും അറിയാം ഒരുപാട് നാൾ സ്നേഹിച്ച കുട്ടീനെ അങ്ങ് സ്വന്തമാക്കി. അപ്പൊ റൊമാൻസ് എന്ന് പറയുന്നത് ദേവിനെ സംബന്ധിച്ച് അരച്ച് കലക്കി കൂടി പഠിച്ചു എന്നൊക്കെ പറയില്ലേ നമ്മള്. എത്ര നാള് റെജീന നിങ്ങൾ തമ്മിൽ ലവ് ആയിരുന്നു? 10 years. ഫൈനലി അത് വന്നു. അപ്പൊ ആ ലൈഫില്, റിയൽ ലൈഫില് റൊമാൻസിൽ ചെയ്തിരുന്നതും ഗേൾ ഫ്രണ്ടിനോട് കാണിക്കുന്നതും ആ ഒരു ഇത് ഇത്തരത്തിലുള്ളൊരു ക്യാരക്ടർ വരുമ്പോ അത് കുറേം കൂടി ഈസി ആയിരിക്കും അല്ലേ? അല്ല, ഞാൻ റിയൽ ലൈഫിൽ അത്ര എക്സ്പ്രസീവ് അല്ല, പക്ഷെ അങ്ങനെയാണ് റെജീന പറയുന്നത്. റിയൽ ലൈഫ് കുറച്ചുകൂടി ഈസി ആണല്ലോ. ഇത് ഓരോ ഇപ്പൊ ഞാൻ ചെയ്ത് ഒന്ന് സൂഫി സുജാതയാണ്,
പിന്നെ ശാകുന്തളത്തിലുണ്ട്, പിന്നെ റെയിൻബോ ഉണ്ട്, ഒരു വേറെ പടം, പിന്നെ റൊമാൻസ് ചെയ്ത് സോനയായിട്ടാണ്. അപ്പൊ അതിലൊക്കെ ഒരു ആ സിനിമയ്ക്ക് വേണ്ടി ആ ക്യാരക്ടറിന്റെ ഇത് ഡിഫറെന്റ് ആണല്ലോ. റിയൽ ലൈഫിൽ കുറച്ചും കൂടെ ഞാനായിട്ട് തന്നെ നിന്നാ മതി എന്നുള്ളതാണ്. പക്ഷെ അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത് സിനിമയിലായിരിക്കും റിയൽ ലൈഫിനേക്കാളും. അപ്പൊ ഈ സിനിമയിലെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ റെജിൻ അപ്പൊ എന്ത് പറഞ്ഞിട്ടുണ്ടോ, നിങ്ങൾ റിയൽ ലൈഫിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, സ്ക്രീനിൽ വന്നപ്പോ ഇത്രയൊക്കെ ചെയ്യാൻ അറിയാല്ലേ? റെജിനയ്ക്ക് അറിയാം അങ്ങനെയാണെന്ന്. അല്ല എന്നാലും ഒബ്വിയസ്ലി അങ്ങനെ ഒരു കമന്റ് വൈഫ് എന്നുള്ള സ്ഥാനത്തൊന്ന് വന്നിട്ടുണ്ടാവും അല്ലേ? ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമല്ലേ എന്നുള്ള ഒരു സാധനം തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടുണ്ടാവണം. നിങ്ങൾ ഒരുമിച്ച് ചെയ്തപ്പോ സോന എങ്ങനെയുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ ഈ റൊമാൻസ് നിങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ? അപ്പോഴും ഷൈ ആയിരുന്നോ ദേവ്, അതോ സോന ആണോ? ഇല്ല, ഐ മീൻ ഐ തിങ്ക് നമ്മൾ ഫസ്റ്റ് ടൈം പൂജയ്ക്ക് കണ്ടപ്പോ എല്ലാരും ഭയങ്കര അത്രയും ഫ്രണ്ട്ലി അല്ലായിരുന്നു. പിന്നെ നമുക്കൊരു ഡാൻസ് റിഹേഴ്സൽ ഉണ്ടായിരുന്നു, അവിടെയായിരുന്നു ഐസ് ബ്രേക്ക്. I think after that we were like comfortable ആയിരുന്നു. പിന്നെ അതെല്ലാം ഓക്കെ ആയി പോയി. അപ്പൊ റൊമാൻസ് ചെയ്യാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഷൈനസ് അങ്ങനെ ഒന്നും പിന്നെ കണ്ടില്ല? ഇല്ല, it's like a very innocent kind of college love. അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ. ഇനി ദേവിന് ഇതുപോലെ ഏറ്റവും കൂടുതൽ അഭിനയിക്കാൻ താല്പര്യമുള്ള ഒരു ഹീറോയിന്റെ പേര് പറയോ? ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരുപാട് പേരുണ്ട്, എന്നാലും എന്നാ ഒരു 2-3 പേരുടെ പേര് പറഞ്ഞോ. അങ്ങനെയല്ല, എനിക്ക് ഉർവശിയോട് അഭിനയിക്കുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്, പിന്നെ മഞ്ജുചേച്ചിയോട് അഭിനയിക്കണമെന്നുണ്ട്, കുറെ പേരുണ്ട്. പക്ഷെ ഇവർ രണ്ടുപേരോട് എന്തായാലും ഒന്ന് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഒരു സീനൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പൊ അത് എത്ര പെട്ടെന്ന് ഉണ്ടാവട്ടെ. മെഹർ, ഹായ് മെഹർ, ഇത് എവിടുന്ന് വന്നു? മെഹർ ഞങ്ങളുടെ സ്വന്തം മെഹറാണ്, ഞങ്ങളുടെ സ്വന്തം കുട്ടിയാണ് മൈൽ സ്റ്റോണിന്റെ. മെഹർ നല്ലൊരു ഗായികയാണ്, നല്ലൊരു നർത്തകിയാണ്. എന്തു പറ്റി ദേവ, പാട്ട് കേട്ടിട്ട് ഇഷ്ടപ്പെട്ടോ? ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതെ, പാട്ട് ഇഷ്ടായോ? എന്നിട്ട് ഞെട്ടിയില്ല കുട്ടി. ഞാനിവിടെ അവിടെ ഇരിക്കുന്ന കാണുന്നുണ്ട്, ഞാൻ വന്നപ്പോഴും കണ്ടു. പിന്നെ ആ കുട്ടിയുടെ എൻട്രി ഇപ്പോഴായിരുന്നു. അല്ല, നമ്മൾ ഈ ക്യാമ്പ് ഫെയർ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഇതിന്റെ ഒരു ഇതെന്ന് പറയുന്നത് ശരിക്കും പാട്ടൊക്കെ പാടുക, ഡാൻസ് ചെയ്യുക, എപ്പോഴൊക്കെയാണ് ക്യാമ്പ് ഫെയറിന് അതിൻ്റെതായിട്ടുള്ള ഒരു കംപ്ലീഷൻ ശരിക്കും ഉണ്ടാവുക അല്ലേ? അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഈ മൂവിയിലെ തന്നെ പാട്ട് പാടാം, അല്ലെങ്കിൽ നല്ലൊരു നാടൻ പാട്ട്, അല്ലെങ്കിൽ ഇപ്പൊ മെഹർ പാടി തന്ന സൂഫിയിലെ ഈ പാട്ട്, ഇതിൽ ഏതെങ്കിലും ഒക്കെ ആയിട്ട് നിങ്ങൾ എല്ലാരും കൂടെ. സോന ഒന്ന് ലീഡ് ചെയ്തേ. സോന പാടില്ലേ? ചെറിയൊരു സെഗ്മെന്റ് ആയിട്ടാ വന്നത്. ആഹാ, അതെന്താണോ? ഈ ഒരു ചെറിയൊരു സെഗ്മെന്റ് ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സെഗ്മെന്റ് ആണ്. പക്ഷെ എനിക്ക് കുറച്ചു നേരം മൈക്ക് തരാമോ? മൈക്കില്ലേ? മൈക്കല്ല, ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പിടിക്കും. ഓ, ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ, അപ്പൊ ഞാനാണെങ്കിൽ കുറച്ച് ഇംഗ്ലീഷ് മലയാളം വാക്കുകൾ പറയും, അതിന്റെ ആ ഡയലോഗുകൾ നിങ്ങൾ ഇംഗ്ലീഷിലോട്ട് ആക്കണം. പണി കിട്ടി. നമുക്കെന്നാ പോയാലോ ജോമോനെ? വളരെ സിമ്പിൾ. യു കണ്ടിന്യൂ. ലെറ്റ്സ് ഗോ. ജോമോൻ ചേട്ടൻ പോവോ? അല്ല കുട്ടി, ഇംഗ്ലീഷിലുള്ള ചോദ്യങ്ങളെല്ലാം ദേവിന്റെ അടുത്ത് ചോദിച്ചോളൂ. അല്ലല്ല, സോന സച്ചിൻ ചേട്ടന്റെ അടുത്ത് നമ്മൾ തുടങ്ങും. ഞാൻ പറയുവാണേ, ഭൂലോകത്തിന്റെ സ്പന്ദനം കണക്കിലാണ്. നമുക്ക് ഹെൽപ്പ് ചെയ്യാലോ, പാവം. ഹെൽപ്പ് ചെയ്യാം. ഭൂലോകം ചെയ്യുന്നുണ്ടോ? ഇങ്ങോട്ടൊക്കെ ഹെൽപ്പ് ചെയ്യണേ. മൈക്ക് ഇവിടെ പറ. ഭൂലോകത്തിന്റെ ഇംഗ്ലീഷ് എന്തുട്ടാ? സംശയം ആരുടെ അടുത്താ ചോദിക്കണ്ട സച്ചിൻ? ഭൂലോകം എന്ന് പറഞ്ഞാൽ മാത്രം പറഞ്ഞു കൊടുത്താൽ അതില്ലെങ്കിൽ അതാണല്ലോ അതിന്റെ മെയിൻ ബേസ്. ഇംഗ്ലീഷ് വാക്ക് എന്തുട്ടാ? ബേസ് എന്ന് പറഞ്ഞല്ലോ. ബേസ് വിത്തൗട്ട് മാത്തമാറ്റിക്സ് എന്തോ പറയില്ലേ തെലുങ്കില്. ഭൂമി ഒരു വട്ടപ്പൂജ അല്ലേ? The entire Earth's crust is in mathematics. ക്രസ്റ്റ് Crust എന്നല്ലേ? ആണോ? ക്രസ്റ്റ് എർത്ത് ഉണ്ട്.
ആണല്ലേ ഓ, സന്തോഷം. ചോദ്യത്തിന്റെ അവിടെ എന്തൊക്കെയോ കിട്ടി ആ, കിട്ടി, കിട്ടി. ഓക്കെ അപ്പൊ കൈയടിച്ച് സൂപ്പർ, സൂപ്പർ, ഓ സൂപ്പർ. സച്ചിൻ വിജയിച്ചിരിക്കണോ Okay. അടുത്തത് ജോമോൻ കുട്ട അടുത്തത് ചേട്ടന് പറ്റിയൊരു സാധനം ഞാൻ പറയട്ടെ. കൊരങ്ങാ പൊരിച്ച കോയിന്റെ മണം. പെട്ടെന്ന് പറയാം You smell fried. അൽഫാം എന്ന് പറയുന്നത് അത് വലിയ എളുപ്പമാണ്. മങ്കി. നീ ഭയങ്കര പാടൊന്നും പറയണ്ട. അത് എളുപ്പമാണ് പറ. മങ്കി ഫ്രൈഡ് ചിക്കൻ. അത് ആ ഒരു ഇതിനകത്ത് പറ, ഞാൻ പറഞ്ഞ ടോണില് പറ. മങ്കി കൊരങ്ങാ പൊരിച്ച കോയിന്റെ മണം. മങ്കി വെൽഡ് ഫ്രൈഡ് ചിക്കൻ. പറഞ്ഞേ മങ്കി മങ്കി വെൽഡ് മങ്കീന്ന് അങ്ങോട്ടൊക്കെ വിളിച്ചു. ഫ്രൈഡ് ചിക്കൻ. Thanks. അൽഫാം അതെന്താ അൽഫാമിന്റെ പിന്നിൽ വല്ല കഥകളുണ്ടോ ഇല്ലില്ല എന്തോ രാഹുൽ എന്തോ പറയാനുണ്ട്. എന്നാ അൽഫാം കഴിക്കണോ? വേണ്ട ഇവിടെ അൽഫാമൊക്കെ ഉണ്ടാവുന്ന പ്രതീക്ഷയല്ലേ വന്നത്? അവര് സോന ബാർബിക്യൂ പറയൂ വണ്ടിയിലോ സോന. ഇനി അടുത്ത സോന അടുത്താലും പറയും അടുത്ത ഇങ്ങോട്ട് വെക്ക്, നമുക്കൊരു മൈക്ക ഇങ്ങോട്ട് വാ. ആ എന്നാ താൻ കേസ് കൊടു. Then you give case. സാധനം ഏറ്റവും പെട്ടെന്നായി. പാടൊക്കെ കൊടുക്കേണ്ടി വരും. പെട്ടെന്നായി വളരെ പെട്ടെന്നായി ഇംഗ്ലീഷ് പറഞ്ഞിട്ട് മലയാളത്തിലോട്ടാക്കാൻ പറഞ്ഞ Very നേരെ പെട്ടെന്ന്. തിരിച്ചു കൊടുത്തിരുന്നെങ്കിൽ അടുത്തത് എന്റെ ദേവേട്ടന്. ഓക്കെ, അല്ലല്ല സോനിക്ക് എന്തെങ്കിലും ഇംഗ്ലീഷിലുള്ള വാക്ക് കൊടുക്കുക എന്നിട്ട് സോന അത് മലയാളത്തിൽ പറയാൻ പറയാം ഇല്ല ഇനിയുണ്ട്. ഇനി കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് തരാം. തരുന്നുണ്ടോ ഓക്കെ ഓക്കെ ചേട്ടനുള്ളത് എന്താണെന്നറിയോ? മൊയ്തീനെ ആ ചെറിയ സ്പാനർ ഇങ്ങോട്ട് എടുക്ക്. മൊയ്തീന ഗെറ്റ് മീ ദാറ്റ് സ്മോൾ സ്പാനർ. യെസ് ഞാൻ പെട്ട് ഓക്കെ, ഇനി രാഹുലേട്ടനാണ്. ബുദ്ധിജീവി നീ പറയണം. ഇതല്ല ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് ഈ ഉണ്ണി. കെ ജോസഫ് അല്ലേ ആ കേക്ക് നമുക്ക് ഉണ്ണിയാണ്. ഇത് പണിയാണ് ഇതെങ്ങനെ പറയും ഇതല്ല ഇതിനപ്പുറം Not this issue. I have I have yes I have yes, I have പൂരങ്ങളുടെ പാട്ട് പണിയാണത് ഞാൻ ഇംഗ്ലീഷ് പ്രശ്നമാണ് പ്രശ്നമാണ് നിങ്ങൾ ഹെൽപ്പ് ചെയ്യൂ ടീമാണ് നിങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് വിടാതെ ഇതിലപ്പുറം I ചാടിക്കടന്നവനാണ്. have seen more than More than what? എന്താണ് മലയാളം എന്താണ്? എന്താണ് ഹഡിൽസ എന്തായിരുന്നു ചാടിക്കടന്നത്. ചാടിക്കണം ആ ജംപ്ഡ്. മോർ ദാൻ Oh. മോർ ദാനേ നടക്കൂ ഇതിനപ്പുറം നടക്കൂല ഓക്കെ ഓക്കെ അത് അവിടെ നിക്കട്ടെ ഓക്കെ അത് മതി Okay. ടീം സ്പിരിറ്റ് ഇല്ല കേട്ടോ നിങ്ങൾക്ക് ആർക്കും Support ചെയ്യ്. ആരും സഹായിക്കുന്നില്ല നമ്മള് മിണ്ടാണ്ടിരിക്കുകയാണ് സോന സോനക്ക് അറിയാലോ സോന എന്തുകൊണ്ട് ഹെൽപ്പ് ചെയ്യുന്നില്ല സോന എന്തുകൊണ്ട് help ആ ചെയ്യുന്നില്ല? സോന സോനക്ക് മിണ്ടാണ്ടിരുന്ന പറഞ്ഞ എൻജോയ് മലയാളം ചെയ്യണം മനസ്സിലായില്ലെന്ന് തോന്നുന്നു. സോനയുടെ വീട് മെൽബണിലാണ് എന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു അതാ പറഞ്ഞേ Okay. ഇനി അടുത്തത് നിങ്ങൾ രണ്ടുപേരും കൂടെ പറയണേ. ഓക്കെ, ഇപ്പൊ എന്താ ഉണ്ടായേ? ആഹാ What happened now? അതല്ലേ അതാ ആ ഒരു ശൈലിയിൽ അങ്ങോട്ട് പറ. What happened now? ചേട്ടൻ പറയാത്ത എന്താ? What happened now? ഇപ്പൊ എന്താ സംഭവിച്ചോണ്ടിരിക്കണത് What's happening now? സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്തത് നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെയാണ്. ഓക്കെ, അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ അങ്ങ് പൊക്കോട്ടെ. If you finished insulting, can I go? You can go. If you finish insulting, can I go? എന്നെ ഒഴിവാക്കിക്കോ എന്നെ ഒഴിവാക്കി അല്ല ഒറ്റയ്ക്ക് എനിക്ക് എല്ലാവരും സപ്പോർട്ട് ഉണ്ട്. എല്ലാരും അതെ ഫുൾ ടീമാണ് രാഹുലിന്റെ കൂടെ Okay. പ്ലസ് ടു കുസ്തി എവിടെയോ എന്തോ തകരാറുള്ള പോലെ. സംതിങ് ഫിഷി സംവേർ സംതിങ് ഫിഷി സംതിങ് സംവേർ രമ്യ ചേച്ചി ഞാൻ മിണ്ടുന്നില്ല ഫിഷി അല്ലേ അല്ല ഹെൽപ്പ് ചെയ്യോ എന്തെങ്കിലും Something somewhere. ഫിഷി. ഫിഷി അല്ലേ അതെ ഓക്കെ അതൊക്കെ സമ്മതിക്കാം അതെ അതെ Okay, nice, nice. ഓക്കെ തീർന്നോ ആ, കഴിഞ്ഞു. ചോദ്യങ്ങൾ ഓക്കെ അപ്പൊ ഇവിടെ സെറ്റ് ആണ് അപ്പൊ നമ്മുടെ ക്യാമ്പ് ഫെയർ നമ്മളിവിടെ കുറെ ചിരിച്ചും കളിച്ചും കുറെ ഒരു നിങ്ങളൊക്കെ ഒരു എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അല്ലേ ഒരിക്കലും സോന ഓസ്ട്രേലിയയിലെ ലൈഫിൽ നിന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല നാട്ടിൽ പോയി ഞാൻ ഇങ്ങനെ ഒരു ക്യാമ്പ് ഫെയറിൽ ഇരുന്ന് ഇങ്ങനെ ഒരു പ്രൊമോഷൻ കൊടുത്തു എന്തായാലും തിരിച്ചവിടെ ചെന്ന് എല്ലാവരോടും പറയാൻ പറ്റുന്ന ഒരുപാട് നല്ല ഓർമ്മകൾ ഇവിടെ നിന്ന് കിട്ടിയെന്ന് വിചാരിക്കുന്നു എന്തായാലും ഈ പരാക്രമം മൂവി നിങ്ങൾ എല്ലാവരും വളരെ ആവേശത്തോടു കൂടി അഭിനയിച്ച ഒരു മൂവിയാണ് അതിന്റെ റിസൾട്ട് അതേപോലെ തന്നെ നല്ല രീതിയിൽ ഉണ്ടാവട്ടെ എന്ന് വിഷ് ചെയ്യണു